വിശുദ്ധനെ ദൈവം ഉപയോഗിക്കും. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിശുദ്ധ പാത്രമായിരിക്കും. ദൈവത്തിന് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു മാനപാത്രമായിരിക്കും. ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്നു പകൽ നിങ്ങൾ നിങ്ങളെ വെടിപ്പാക്കുക. നിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിച്ചാൽ ദൈവം ഇന്ന് പകൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു പാത്രമായി നിങ്ങൾ മാറും. വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ മതി. നടപ്പ് സൂക്ഷിച്ചാൽ മതി. യൗവന മോഹങ്ങളെ വിട്ടോടി വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കാൻ തീരുമാനമെടുക്കാമോ? ദൈവം ഉപയോഗിക്കുന്ന പാത്രം അത് വിശുദ്ധ പാത്രമാണ്. നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന പാത്രം അങ്ങനെ തന്നെയല്ലേ? നല്ല പാത്രത്തിലാണ് നാം എല്ലാവരും ആഹാരം കഴിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. ദൈവവും അങ്ങനെ തന്നെയാണ്. ഒരു വലിയ വീട്ടിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും മരം കൊണ്ടും മണ്ണുകൊണ്ടുമുള്ള പാത്രങ്ങളുണ്ട്. ചിലത് നല്ല കാര്യത്തിന്, ചിലത് ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവപൈതൽ അറിഞ്ഞിരിക്കണം, ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം ഉപയോഗിക്കുന്ന പാത്രം അത് വിശുദ്ധമാണ്, അത് മാനപാത്രമാണ്. ദൈവം നല്ലവനാണ്. അവൻ നിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കാര്യത്തിനാണ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. നീ അനുഗ്രഹിക്കപ്പെടാൻ, നീ നന്മ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ മുൻപിലാണ് നീ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നീ ഒരു മാനപാത്രമായിരിക്കാനാണ് ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, കുറുക്കുവഴികളൊന്നുമല്ല. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചേ പറ്റും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളോട് സംസാരിക്കും. ഈ പോക്ക് ശരിയല്ല, ഈ നടപ്പ് ശരിയല്ല, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പോകരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കരുത്. വചനത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ ആത്മാവ് ആഹ്വാനം നൽകുമ്പോൾ ആ ദൂതങ്ങ് സ്വീകരിച്ചാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. തന്നെത്താൻ വെടിപ്പാക്കുക. വിശുദ്ധനെ ദൈവം ഉപയോഗിക്കും. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.